അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ ന്യൂട്ടല്ല റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ ചപ്പാത്തിയുടെയും ബ്രെഡിൻ്റെയും കൂടെ കഴിക്കാൻ ഇത് വളരെ ഇഷ്ടമായിരിക്കും. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇത് ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല വിലയാണ്. ഇത് വീട്ടിൽ വെറും 15 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതും നമ്മുടെ റേഷൻ കിറ്റിലെ മണിക്കടല വെച്ച്. ഇപ്പോൾ ഈ കടലയൊക്കെ എല്ലാവരുടെയും വീടുകളിലും ഉണ്ടാവുകയും ചെയ്യും. വെറും 5 സാധനങ്ങൾ മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്താൽ മതി, നമ്മുടെ ന്യൂട്ടല്ല റെഡി. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിനും. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്ത എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനിവിടെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ കടലയിൽ നിന്ന് ഒരു കപ്പ് കടല എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ വാർന്ന ശേഷം ഒരു കോട്ടൺ തുണി വെച്ചിട്ട് നന്നായി തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫാനിൻ്റെ ചുവട്ടിലിട്ടിട്ട് ഉണക്കിയെടുത്താലും മതി. ഇനി കഴുകുന്നില്ലെങ്കിൽ നനഞ്ഞൊരു തുണി വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുത്താലും മതി. ഇനി ഇതിന് വേണ്ടിയിട്ട് അടി കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ചട്ടി ചൂടാവും വരെ ഹൈ ഫ്ലെയിമിലും, ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലും തീ കുറച്ചിട്ട് വെക്കുക. അപ്പോൾ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട്. തീ കുറച്ചിട്ട് ഞാൻ കടല ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കടല ഇട്ട് കൊടുത്ത് ഒരു 10 മിനിറ്റ് വരെ ഇത് നല്ലോണം നിർത്താതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നല്ലോണം ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ട് വറവാവുള്ളൂ. പിന്നെ അതുമല്ല ഇതിൻ്റെ തൊലി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൂടെ നിന്നിട്ട് തന്നെ ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം. തീ കുറച്ച് വെക്കും വേണം. അപ്പോൾ നല്ലോണം വറവാവും വേണം. ഇത് ചെറിയ കുട്ടികളൊക്കെ കഴിക്കുന്നതല്ലേ, അപ്പോൾ നന്നായിട്ട് തന്നെ വറവാവും വേണം. അപ്പോൾ വറവായി കഴിഞ്ഞാൽ ഇതിൻ്റെ തൊലിയൊക്കെ ഒരു ബ്രൗൺ കളറാവും. അതുപോലെ തന്നെ തൊലിയൊക്കെ ചിലതിൻ്റെയൊക്കെ തൊലി ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ടുണ്ടാവും, പൊട്ടി വന്നിട്ടുണ്ടാവും. അപ്പോൾ അതായി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യുക. അപ്പോൾ ഒരു 12 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് എനിക്കങ്ങനെ ആയി കിട്ടിയത്. ചിലതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ നടർന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ലൊരു കടല വറക്കുന്നൊരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു. എന്നിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കാൻ വേണ്ടിയിട്ട് അതിൽ തന്നെ ഇട്ടിട്ട് വെക്കരുത്, അപ്പോൾ അത് കരിഞ്ഞു പോകും. അപ്പോൾ തണുത്തതിന് ശേഷം വേണം ഇത് അരച്ചെടുക്കാൻ. അപ്പോൾ അത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ലാസ്റ്റ് ജാറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തൊലിയൊന്നും കളയാതെയാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ മിക്സിയിൽ 1 മിനിറ്റ് നേരം ഒന്ന് കറക്കിയെടുക്കുക. അപ്പോൾ തൊലിയോടുകൂടി അരച്ചുകൊണ്ട് ഒരു കരട് പോലെ അത് തോന്നുന്നുണ്ട്. അപ്പോൾ അതൊന്ന് തരിച്ചെടുക്കാം. അപ്പോൾ ഇതാ അത്രയും കരട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ തൊലിയാണത്. വേണ്ടവർക്ക് അതിൽ തന്നെ ഇട്ടിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും തരിച്ചെടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ഒരു സെക്കൻഡ് ജാറിലോട്ട് ഈ പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇതേ അളവിൽ തന്നെ ഷുഗറും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഷുഗർ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യട്ടെ. എന്തായാലും കുറക്കാൻ നിൽക്കണ്ട, കുട്ടികൾക്ക് മധുരമാണല്ലോ കൂടുതൽ ഇഷ്ടം. ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂണ് കോക്കോ പൗഡർ ഇട്ട് കൊടുക്കുക. 2-3 സ്പൂണൊക്കെ ഇട്ട് കൊടുക്കുക. ഞാൻ 2.5 സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 സ്പൂണ് വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കുക. അത് ഈ കടലയുടെ ഒരു കുത്തുന്ന ഒരു രുചി ഉണ്ടാവുമല്ലോ, അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലിട്ട് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട, പകുതി ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിവിടെ പകുതിയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് കറക്കി എടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ കറക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെയല്ല വേണ്ടത്, ഇത് ഇത്തിരി ടൈറ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ രൂപത്തിലല്ല വേണ്ടത്. അപ്പോൾ ബാക്കിയുള്ള ഓയിലും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഇതേ ഒരു രൂപത്തിലാണ് നമുക്കത് വേണ്ടത്. ഇനി മിക്സിയുടെ ജാറിൽ നിന്ന് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് ഇതിനെ മാറ്റാം. അപ്പോൾ ഇതേപോലെ ആയിരിക്കണം നമ്മുടെ ന്യൂട്ടല്ല. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ഒരു രൂപത്തിലായിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അതേ ഒരു സ്മെല്ലും അതേപോലെ തന്നെ ഒരു ടേസ്റ്റൊക്കെ തന്നെയാണിത്. അപ്പോൾ നിങ്ങൾ ഇത് കേട് കൂടാതെ കുറേ നാളൊക്കെ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. നനവുള്ള സ്പൂണൊന്നും ഇട്ടിട്ട് എടുക്കാഞ്ഞാൽ മതി. അതിന് കുറേ നാളൊന്നും എടുത്തേക്കാൻ ഉണ്ടാവില്ല. കുട്ടികൾ അപ്പം തന്നെ പാത്രം കാലിയാക്കും. ഈ കുട്ടികൾക്ക് ബ്രെഡിൻ്റെയും ചപ്പാത്തിൻ്റെയൊക്കെ കൂടെ ഇങ്ങനെ തേച്ച് കൊടുത്താൽ അവർ കഴിച്ചോളും. അപ്പോൾ ഇനി കടയിൽ നിന്നും വാങ്ങിച്ചിട്ട് വെറുതെ കാശൊന്നും കളയണ്ട, വീട്ടിൽ ഇതുപോലെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓൾ എന്ന് കൊടുക്കുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം ഇൻഷാ അല്ലാ. അതുവരേക്കും ബൈ.